ഈ പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ചവനാണ്, ഭൂമിയെ സംവിധാനിച്ചവനാണ്, ആകാശത്തെ സംവിധാനിച്ചവനാണ്, മഴ തരുന്നവനാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും അവൻ മാത്രമാണ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവ്. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. മറ്റൊരാളും ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും പടച്ചിട്ടില്ല. ഇവിടെ കാണുന്നത് മുഴുവനും പടപ്പുകളാണ്. പടച്ചവൻ ഏകനേയുള്ളൂ, സൃഷ്ടാവ് ഒന്നേയുള്ളൂ. അതേത് മതക്കാരനും അംഗീകരിക്കാം. ലോകത്തുള്ള ഹൈന്ദവർക്ക് അംഗീകരിക്കാം, ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാം, ബുദ്ധമതക്കാർക്ക് അംഗീകരിക്കാം, ജൈനമതക്കാർക്ക് അംഗീകരിക്കാം, അതുപോലെ ഏതൊരു മതക്കാർക്കും അംഗീകരിക്കാം. അവരെല്ലാവരും തലകുലക്കി സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായി ഒരു ശക്തി മാത്രമേയുള്ളൂ. ആ ശക്തിക്ക് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നാണ് ഈ മഹത്തായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ. ഈ ഗ്രന്ഥം തുറന്നു നോക്കിയാൽ ആദ്യം തന്നെ കാണുന്ന അഭിസംബോധന യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. സർവ മനുഷ്യരോടുമാണ് ആ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന തത്വമാ പറഞ്ഞത്. ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ്. എന്തുകൊണ്ട് മറ്റാരെയും പൂജിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റാരുടെ മുമ്പിലും നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിലും സാഷ്ടാംഗം നമിച്ചുകൂടാ? നമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏകനായ ഒരൊറ്റ ശക്തിയിലാണെങ്കിൽ എന്താണ് കാരണം? അതിന് അല്ലാഹു പറയുന്ന കാരണമാണ്, നിങ്ങളെ പടച്ചവൻ അവനല്ലയോ? നിങ്ങളുടെ മുൻഗാമികളെ പടച്ചവനും അവനല്ലയോ? ആകാശത്തെ സംവിധാനിച്ചവൻ അവനല്ലയോ? ഭൂമിയെ സംവിധാനിച്ചവൻ അവനല്ലയോ? മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനല്ലയോ? ഇതിലൊക്കെ മറ്റാർക്കെങ്കിലും വല്ല പങ്കുമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ലോകത്ത് എല്ലാവരും പരാജയപ്പെടുന്ന ഒരു ചോദ്യമാണത്. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു പുൽക്കൊടിയെപ്പോലും, ഒരു മണൽത്തരിയെപ്പോലും, ഏതെങ്കിലും ഒരു ജീവജാലത്തിന്റെ ബോഡിയിലുള്ള ഒരു രോമകൂപത്തെപ്പോലും, അതല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ അത്ഭുത പ്രതിഭാസമാകുന്ന ശരീരമെന്ന ഈ വലിയ പ്രതിഭാസത്തിലെ ഏതെങ്കിലും ഒരു പാർട്ട് പോലും അല്ലാഹു അല്ലാത്ത, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിയാണ് പടച്ചതെന്ന് ലോകത്ത് ഏതെങ്കിലും ആളുകൾക്കെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഒരാൾക്കും ആ വാദമില്ല. എങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പരമമായ സത്യം, ആ സത്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതും മുസ്ലിമീങ്ങളുടെ മതഗ്രന്ഥമല്ല, അത് സർവ്വമനുഷ്യർക്കുമുള്ളതാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനോ മുസ്ലിമീങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകനല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള നബിയാണ്. വിശുദ്ധ ഖുർആൻ സർവമനുഷ്യർക്കും സന്മാർഗം പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. അല്ലാഹുവോ മുസ്ലിമീങ്ങളുടെ കുലദൈവമല്ല, ഏതെങ്കിലും ഒരു തറവാട്ടിലെ ദൈവമല്ല, മറിച്ച് റബ്ബുൽ ആലമീൻ, സർവലോകരുടെയും പരിപാലകനായ യജമാനനായ റബ്ബാണ്. അവൻ പരമകാരുണികനായ റഹ്മാനാണ്, റഹീമാണ്. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്ന ബസീറാണ്, അവനെല്ലാം അറിയുന്ന അലീമാണ്, അവനെല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ മാത്രമാണ് പടച്ചവൻ. മറ്റുള്ളതൊക്കെ ഇവിടെയുള്ള പടപ്പുകളാണ്. അതുകൊണ്ട് പടപ്പുകൾ ആരോട് തേടണം? പടച്ചവനോട് മാത്രം. തന്നെ പോലെയുള്ള പടപ്പുകളോട് തേടിക്കൂടാ. കാരണം ആ പടപ്പുകളും മരിക്കുന്നവരാണ്, ആ പടപ്പുകളും മയക്കമുള്ളവരാണ്, ആ പടപ്പുകളും ഉറങ്ങുന്നവരാണ്. അതേ അവസരത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരുപോലെ കണ്ണടക്കാതെ, അല്പം പോലും ഒന്ന് തൂങ്ങി ഉറങ്ങുക പോലും ചെയ്യാതെ, ക്ഷീണം ഒരിക്കൽ പോലും അനുഭവപ്പെടാതെ അണ്ടക്കടാഹങ്ങളുടെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ, അവന് ഉറക്കമില്ല, അവന് മയക്കമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല, അവന്റെ ശ്രദ്ധ മാറുകയില്ല, അവൻ മരിക്കില്ല. വിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായമായ അതേ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു അവൻ മാത്രമാണ് ആരാധ്യൻ,
അവൻ മാത്രമാണ് ജനങ്ങളെ ആരാധന കൊടുക്കപ്പെടേണ്ടവൻ. സർവ പ്രാർത്ഥനകളും ആ അല്ലാഹുവിലേക്ക് തിരിക്കൂ. സർവ നേർച്ച വഴിപാടുകളും ആ റബ്ബിന് മാത്രം കൊടുക്കൂ. സർവ സുജൂദുകളും അവന്റെ മുമ്പിൽ മാത്രം നടത്തൂ. സർവരും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യൂ. സർവരും അറവ് നടത്തുന്നുണ്ടെങ്കിൽ, ബലി നടത്തുന്നുണ്ടെങ്കിൽ ആ ബലികൾ മുഴുവനും ആ സ്രഷ്ടാവിന്റെ മാത്രം പ്രീതിക്ക് വേണ്ടി നിർവഹിക്കൂ. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സഹായം തേടേണ്ടത് ആത്യന്തികമായി നിങ്ങളെ ഏത് കാലത്തും സംരക്ഷിക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. കാരണം അവനാണ് അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മറ്റുള്ളവരൊക്കെ മരിക്കുന്നവരാണ്, മറ്റുള്ളതെല്ലാം നശിക്കേണ്ടതാണ്. ഭൂമി തന്നെയും നശിക്കും, ആകാശം നശിക്കും, ഗോളങ്ങൾ മുഴുവനും നശിക്കും, സമുദ്രങ്ങളൊക്കെ കത്തിക്കപ്പെടും. അതുപോലെ തന്നെ ഇവിടെയുള്ള സസ്യലതാദികളും പർവ്വതങ്ങളുമെല്ലാം തകർന്നു പോകും. ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സർവ്വജീവജാലങ്ങളും നശിച്ചു പോകും. ബാക്കിയാകുന്നവൻ ഏകനായ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ മാത്രമാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്.